അസ്സലാമു എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോഴും അതേപോലെ പുഡിംഗ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കണ്ടൻസ്ഡ് മിൽക്ക് അഥവാ മിൽക്ക് മെയ്ഡിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വെറും 3 ചേരുവകൾ വെച്ചിട്ട് 2 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് പാൽപ്പൊടിയാണ്. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ 250 ml കപ്പിൽ 1/2 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് വളരെ കുറഞ്ഞൊരു ക്വാണ്ടിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് പാൽപ്പൊടിയൊക്കെ യൂസ് ചെയ്യാം. ഇനി ഞാനിതിലേക്ക് 1/4 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേ അളവിൽ തന്നെ ചൂടുള്ള വെള്ളം കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ചൂടുള്ള വെള്ളം എന്നും പറഞ്ഞാൽ നമുക്കൊരു 30 സെക്കൻഡെങ്കിലും അതിൽ കൈ ഒന്ന് കുത്തി വെക്കാൻ പാകത്തിനുള്ള ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കരുത്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അതേപോലെ നമ്മൾ പഞ്ചസാര പൊടിച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തതിന് ശേഷം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സമയം ഇത് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കേണ്ടി വരും. നമ്മളിത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അതിലൊട്ടും കട്ടകളും ഉണ്ടാകാൻ പാടില്ല. അതേപോലെ പഞ്ചസാരയുടെ ചെറിയ തരികളൊന്നും കാണാൻ പാടില്ല. ആ ഒരു രീതിയിൽ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഞാനിതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒട്ടും കട്ടകളില്ല, അതേപോലെ പഞ്ചസാരയുടെ ചെറിയ തരികളൊന്നും ഇല്ല. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ് ഞാനിവിടെ ഒരു പാനിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഫ്ലെയിം ഓൺ ചെയ്ത് വെക്കുന്ന സമയത്ത് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്രയും കുറച്ച് വെക്കുന്നതാണ് നല്ലത്. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൈ വിടാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അടിയിൽ പിടിച്ച് പോവുകയും കട്ട കെട്ടി പോവുകയൊക്കെ ചെയ്യും. നമ്മളെപ്പോഴും ഇത് ചെയ്യുമ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് അടിയിൽ പിടിച്ച് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കാം. അതേപോലെ നമ്മൾ ഇതിലേക്ക് എടുക്കുന്ന ഇൻഗ്രീഡിയൻസ്, അതായത് പാൽപ്പൊടിയും പഞ്ചസാരയും വെള്ളമൊക്കെ കറക്റ്റായിട്ട് മെഷർമെൻറ്റ് എടുത്തതിന് ശേഷം മാത്രം ഒഴിച്ച് കൊടുക്കുക. നമ്മൾ പാൽപ്പൊടി എടുക്കുന്നതിന് പകുതി വേണം നമ്മൾ വെള്ളവും അതേപോലെ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ കറക്റ്റ് ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടില്ല. ഇനി നമുക്കിതൊരു 2 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സൊക്കെ അത്യാവശ്യം ഒന്ന് തിളച്ച് തുടങ്ങുന്നുണ്ട്. അതേപോലെ ഈ ഒരു പാത്രത്തിൽ നിന്നൊക്കെ ഈ ഒരു മിക്സ് വിട്ട് കിട്ടുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലോട്ടൊക്കെ മാറിയിട്ടുണ്ട്. അത് നമ്മൾ ഫ്ലെയിം വെച്ച് കൊടുക്കുന്നതിനനുസരിച്ചാണ് നമുക്കിതിൻ്റെ കുക്കിംഗ് ടൈം വരുന്നത്. അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിലോട്ടൊക്കെ ചിലപ്പോൾ മാറിയെന്ന് വരും. പക്ഷേ കറക്റ്റ് ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക. നമ്മൾ ഈ ഒരു മിക്സിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് വരച്ച് കൊടുക്കുക. വരച്ച് കൊടുക്കുന്ന സമയത്ത് അത് സ്പ്ലിറ്റായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ കറക്റ്റായിരിക്കും ആ ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ നമ്മുടേത് നന്നായിട്ട് സ്പ്ലിറ്റായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചു. ഇനി നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിനി കംപ്ലീറ്റ് ഒന്ന് ചൂടാറി വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന അതേ ഒരു ടെക്സ്ചറും ടേസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റായിട്ട് മെഷർമെൻറ്റും അതേപോലെ ഫ്ലെയിം വയ്ക്കുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്കിത് വീട്ടിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അതേപോലെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ചെറിയ പാടകളൊക്കെ വരും. അങ്ങനെ വന്നാലും പ്രശ്നമൊന്നുമില്ല. അവസാനം ഒന്ന് മിക്സിയിലിട്ടിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്താൽ ശരിയാവുന്നതേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായും എല്ലാവരും ട്രൈ നോക്കുക. ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീണ്ടും മറ്റൊരു റെസിപ്പിയായിട്ട് കാണാം. താങ്ക്